തമിഴ് വെടിപ്പടം അങ്ങനെ വേണമെങ്കിൽ പറയാം. പൊട്ടാസ്, തനി പൊട്ടാസ്. എബ്രഹാം ഹോസ്റ്റൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞു തുടങ്ങി കോമാളി വേഷമാണ് ചെയ്യുന്നത്, ജയറാം. ഇതിലും കോമാളി തന്നെയാണ്, തനി കോമാളി വേഷം തന്നെയാണ്. എല്ലാവരും എനിക്കൊന്നും മിക്സ്ഡ് റിവ്യൂസ് ഈ സിനിമയെ പറ്റി പറയുള്ളൂ. കൂടുതലും ഫാൻസേ പോസിറ്റീവ് പറയണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചില സമയത്തൊക്കെ ഒരു ബന്ധമില്ലാത്ത വീജിയാണ് ഇല്ലടാ, ഒരു ബന്ധമില്ലാത്ത ചെണ്ടമേളമൊക്കെയാണ് ലാസ്റ്റൊക്കെ വന്നത്. സൂര്യനെ കാണാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് വരാം, അത്ര തന്നെ. അല്ലെങ്കിൽ ഈ സിനിമ എടുക്കല്ലേ, OTT പോലും കാണല്ലേ, വീട്ടിലിരിക്കുക സന്തോഷിച്ചിട്ട് വേറെ നല്ല തുടരും വല്ലതും കണ്ടോ, അതൊക്കെ പിന്നെ നല്ല സിനിമ. കാങ്കോ വെച്ച് കമ്പയർ ചെയ്യുമ്പം കാങ്കോ പിന്നെ വേറൊരു അവരാധം. സത്യം പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് പടക്കം ഒന്നുമില്ല. മീൻസ് ഞാൻ പക്ഷേ സൂര്യ ഫാനല്ല, ഞാൻ അണ്ണൻ്റെ ഫാനാണ്. പക്ഷേ വേറെ ആൾക്കാരെ കാണാൻ വേണ്ടി ഓരോ പടക്കങ്ങളെല്ലാം എന്ത് പറയാനാണ്. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് അതിനെക്കാട്ടും വലിയ പടക്കം. ഇത് എന്താണ് പറയാൻ വാക്കുകളില്ല. നിങ്ങൾ പറയണേ ഞാൻ ഉത്തരം പറ, അതായിരിക്കും നല്ലത്. ബ്രോ പക്ക ആവറേജ് പടം. കാർത്തിക് സുബ്രാജിൻ്റെ പടം ഇങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തമിഴ് വെടിപ്പടം അങ്ങനെ വേണമെങ്കിൽ പറയാം. പൊട്ടാസ്, തനി പൊട്ടാസ്. ഒട്ടും കൊള്ളില്ല ഈ സിനിമ. സൂര്യ ആക്ച്വലി കൊള്ളാം, നല്ലോണം സിനിമാറ്റോഗ്രാഫി കൊള്ളാം, സ്റ്റൺസ്, ഫൈറ്റ്സ് അതൊക്കെ കൊള്ളാം. പിന്നെ മാസ് ഡയലോഗ്, സ്വാഗ്, ഇങ്ങനത്തെ ഒരു സ്വാഗ് പടം കുറേ നാൾ കഴിഞ്ഞാണ് പറഞ്ഞത്, അതൊക്കെ കൊള്ളാം. അല്ലാതെ സ്റ്റോറി വൈസ് നോക്കുമ്പോഴാണ് വില്ലനൊന്നും പറയണ്ട. നമ്മളാ ഒരു മൈക്കിൾ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, എൻ്റെ പൊന്നോ വന്ന് ബോഡിയും വെച്ച് ഇങ്ങനെ നിൽക്കും, അത്രയേ ഉള്ളൂ, ഒരു ഉപയോഗവും ഇല്ല. പിന്നെ എന്ത് പറയാനാണ്, ഓവറോള് ഇതിൻ്റെ ഈ സിനിമ എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ തമിഴ് പടം അങ്ങനെ തന്നെ പറയാം നമുക്ക്. അതായത് ആക്ഷനുണ്ട്, ഐറ്റം സോങ് ഉണ്ട്, പാസം, രക്ഷകൻ, ഇത് തന്നെയാണ്. ഹീറോ വരും, വില്ലൻ വരും, ഹീറോ വില്ലനെ കൊല്ലും, കഥ ജയിക്കും, ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ ടൈപ്പ് പടമാണ്. ലൈക്ക് പ്രത്യേകിച്ചൊന്നും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നുമില്ല. ലൈക്ക് ഇതൊരു ടിപ്പിക്കൽ തമിഴ് മൂവി തന്നെയാണ്. എനിക്ക് ഒന്നും ഇതിൽ ലൈക്ക് ഹൈപ്പിൻ്റെ അത്ര ഒന്നും മാച്ച് ആവുന്നില്ല. ട്രെയിലർ അത്യാവശ്യം കിടല നല്ലൊരു ട്രെയിലർ തന്നെയാണ്. പക്ഷേ എന്തോ ഈ സിനിമ ഈ കാർത്തിക് സുബ്രാജിൻ്റെ പടം ഇങ്ങനെ അല്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും രക്ഷകൻ എന്ന് പറയുമ്പം ഈ സിനിമയിൽ നല്ലൊരു റോളായിട്ട് വരണുണ്ട്. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്ത രീതി ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കൊള്ളായിരുന്നു, നല്ലോണം ഒന്ന് ബിൽഡ് ചെയ്ത് വരണുണ്ട്. നമ്മളെ സൂര്യൻ്റെ ഇൻട്രൊഡക്ഷനും പിന്നെ ഓരോരോ ക്യാരക്ടേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷനും ഫസ്റ്റ് ഹാഫ് തീരാറാവണതിന് മുമ്പ് വരെ കൊള്ളായിരുന്നു. സെക്കൻഡ് ഹാഫ് കൊണ്ട് തൊലച്ച്. ക്ലൈമാക്സ് ഒക്കെ അയ്യോ ഞാനും ഇവനൊക്കെ ഇരുന്ന് ചിരിയായിരുന്നു, ഒന്നും പറയണ്ട. ലൈക്ക് തൊലച്ച് എങ്ങനെയെങ്കിലും തീർന്നാൽ മതിയാണ്. അതാണ് ഈ സിനിമേൻ്റെ ഡ്യൂറേഷനും ഭയങ്കര കൂടുതലാണ്. ലൈക്ക് 2.25 മണിക്കൂറല്ലേ, ഇൻ്റർവെല്ലും കൂടെ ചേർത്ത് 3 മണിക്കൂറുണ്ട്. ഇരുന്നിരുന്ന് മടുത്ത് സത്യം പറഞ്ഞാൽ. ലൈക്ക് ഇത് ഞാൻ ഫാമിലി ഓഡിയൻസിന് ഒട്ടും റെക്കമെൻഡ് ചെയ്യില്ല. ഫാമിലി ഓഡിയൻസിന് പറ്റിയ സിനിമയല്ല ഇത്. സൂര്യ ഫാൻസിന് വേണമെങ്കിൽ ചെന്ന് കാണാം, സൂര്യനെ കാണാൻ വേണ്ടി മാത്രം ഞാൻ ഒന്നും കൂടെ പറയണത്. അല്ലാതെ നോക്കുമ്പോൾ ഈ സിനിമയിൽ ഒന്നുമില്ല. വില്ലൻസ് കൂറേണ്ട ജയറാമൊക്കെ ഇപ്പം ഈ എബ്രഹാം ഹോസ്റ്റൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർ പറഞ്ഞു തുടങ്ങി കോമാളി വേഷമാണ് ചെയ്യുന്നത്, ജയറാം. ഇതിലും കോമാളി തന്നെയാണ്, തനി കോമാളി വേഷം തന്നെയാണ്, ഒന്നും പറയാനില്ല. പിന്നെ ജോജു ജോർജിൻ്റെ ക്യാരക്ടർ പിന്നെയും കുറച്ചുകൂടെ കൊള്ളായിരുന്നു. അത് കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടർ, അത്രേ പറയുള്ളൂ. ഇത് മെയിൻലി ഒരു സൂര്യ പടം തന്നെയാണ്. കാർത്തിക് സുബ്രാജിൻ്റെ പടം സാധാരണ ഇങ്ങനെയല്ല. എല്ലാവരും എനിക്കൊന്നും മിക്സ്ഡ് റിവ്യൂസ് ഈ സിനിമയെ പറ്റി പറയുള്ളൂ. കൂടുതലും ഫാൻസേ പോസിറ്റീവ് പറയണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഞങ്ങൾക്കൊക്കെ ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല, എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെട്ടില്ല. ലൈക്ക് പക്ക ഒരു ആവറേജ് തമിഴ് പടം, ടിപ്പിക്കൽ തമിഴ് പടം. ഞങ്ങൾ കണ്ടപ്പോൾ ഇത് KGF-ഉം സലാറും ഒക്കെ ആയിട്ടാണ് ഒരു സിമിലാരിറ്റി തോന്നി സത്യം പറഞ്ഞാൽ. പക്ഷേ ഒന്നുമില്ല, ടെക്നിക്കൽ വൈസ് നോക്കുമ്പം BGM ഒക്കെ ചില സമയത്തൊക്കെ ഉള്ള BGM കൊള്ളാം. പക്ഷേ ചില സമയത്തൊക്കെ ഒരു ബന്ധമില്ലാത്ത BGM ഇല്ലടാ, ഒരു ബന്ധമില്ല, ചെണ്ടമേളമൊക്കെയാണ് ലാസ്റ്റൊക്കെ വന്നത്. ലൈക്ക് കൊള്ളല്ലേ സത്യം പറഞ്ഞാൽ. സിനിമാറ്റോഗ്രാഫി കൊള്ളാം, സ്റ്റോറിയൊക്കെ ലൈക്ക് പക്ക ആവറേജ് സ്റ്റോറി. സൂര്യനെ കാണാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് വരാം, അത്ര തന്നെ. അല്ലെങ്കിൽ ഈ സിനിമ എടുക്കല്ലേ, OTT പോലും കാണല്ലേ, വീട്ടിലിരിക്കുക സന്തോഷിച്ചിട്ട് വേറെ നല്ല തുടരും വല്ലതും കണ്ടോ, അതൊക്കെ പിന്നെ നല്ല സിനിമ. ഇതൊന്നും ഒന്നുമല്ല. കാങ്കോ വെച്ച് കമ്പയർ ചെയ്യുമ്പം കാങ്കോ പിന്നെ വേറൊരു അവരാധം, അത് വേറെ കാര്യം. പക്ഷേ ഈ സിനിമ കാങ്കോവിനെക്കാട്ടിയും കൊള്ളാമെങ്കിലും ഈ സിനിമ ആവറേജാണ്, പക്ക ആവറേജ് പടമാണ്. സൂര്യക്കിപ്പം കഷ്ടകാലമാണ് സത്യം പറഞ്ഞാൽ. എന്തെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. പക്ഷേ സൂര്യ കുറച്ചും കൂടെ നല്ല സിനിമ സെലക്ട് ചെയ്ത് ചെയ്യണം. സാധാരണ സൂര്യൻ്റെ സിനിമ ഇങ്ങനെയല്ല, കാർത്തിക് സുബ്രാജിൻ്റെ പടവും ഇങ്ങനെയല്ല. പക്ഷേ ഞാൻ ഡിഗ്രേഡ് ചെയ്യണമെന്ന് പറയില്ല, പക്ഷേ ഈ സിനിമ അത്ര പോരാ, അതാണ് സത്യം. കാണുന്നവർക്ക് മനസ്സിലാവും. സത്യം പറഞ്ഞാൽ നല്ല പൊട്ടൻഷ്യലുള്ള കഥയായിരുന്നു. പക്ഷേ ഇവന്മാർക്ക് എക്സിക്യൂട്ട് ചെയ്യാനുണ്ട്. സത്യം പറഞ്ഞാൽ കാർത്തിക് സുബ്രാജിൻ്റെ ഒരു വേറെ സിനിമകളൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റൂല. പക്ഷേ ഞാൻ കേട്ടിടത്തോളം പേട്ടയും പിന്നെ വിക്രമാണോടാ മഹാൻ ചിയാൻ വിക്രം അതും നല്ല സിനിമയാണെന്ന് കേട്ടു. പക്ഷേ അവസാനം BGM-ഉം ഒക്കെ ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് പോയത്. പിന്നെ വില്ലനായിട്ട് കുറച്ചും കൂടെ ഒരു റൈവൽറി കാണിച്ചിരുന്നെങ്കിൽ വീണ്ടും സിനിമ നല്ലതാവുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, അത് ഒന്നും പറയില്ല. സൂര്യനെ കാണാനാണ്, സൂര്യൻ്റെ സ്വാഗ് കാണാനാണ്, സൂര്യൻ്റെ സ്റ്റണ്ട് കാണാനാണ് ഈ ടിക്കറ്റ് എടുത്തു കാണാം. പക്ഷേ സ്റ്റോറി വൈസ് നോക്കുമ്പം ഫസ്റ്റ് ഹാഫ് ഒരു പ്ലോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വേറൊരു പ്ലോട്ടാണ്. അത് ഓക്കെ, നമുക്ക് കഥയുടെ കാര്യം എന്ന് പറയാം. പക്ഷേ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സ്റ്റോറിയൊക്കെ ആവറേജ് സ്റ്റോറി. പക്ഷേ നല്ല രീതിയിൽ അവർക്ക് എടുക്കാമായിരുന്നു. പക്ഷേ അവർ എക്സിക്യൂട്ട് ചെയ്ത് കൊളാക്കിയതാണ്. ഇവർ പറഞ്ഞ പോലെ ഞാൻ കാർത്തിക് സുബ്രാജിൻ്റെ എല്ലാ പടമൊന്നും കണ്ടില്ല, ഞാൻ പേട്ടയെ കണ്ടിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല.
സൂര്യനെ കാണാനാണെങ്കിൽ സൂര്യൻ്റെ സ്റ്റണ്ട് സിനിമാറ്റോഗ്രാഫി അടിപൊളിയായിരുന്നു. ഫ്രെയിംസ്, ഷോർട്സ്, മറ്റേ ഒരു 14 മിനിറ്റത്തെ ഷോട്ട് ഉണ്ടോ ആ ഷോട്ടൊക്കെ നൈസാണ്. ഫസ്റ്റ് ഹാഫിലെ പാട്ട് നൈസാണ്. പക്ഷേ ബാക്കിയെല്ലാം സത്യം പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് പടക്കം ഒന്നുമില്ല. മീൻസ് ഒരു ഡെപ്ത് ഇല്ലാത്ത പോലെയാണ് സെക്കൻഡ് ഹാഫ്. മീൻസ് വെറുതെ ഒരു മാച്ചും ഇല്ലാത്തൊരു BGM. ഒരു വേറെ ഏതൊക്കെ ആയാലും ഇത് എന്താണ് പറയാൻ വാക്കുകളില്ല. നിങ്ങൾ പറയണേ ഞാൻ ഉത്തരം പറ, അതായിരിക്കും നല്ലത്. സൂര്യ ഫാൻ ആണെങ്കിൽ സൂര്യൻ്റെ പഴയ അതായത് ഒരു അഞ്ചാനിലും വാരണായിരം അങ്ങനത്തെ കുറേ ടോപ്പ് പടങ്ങളിലെ അങ്ങനത്തെ മാസ് പടങ്ങൾ നല്ല മീൻസ് ഇപ്പോൾ സൂര്യ ഫാൻ എന്ന നിലയിൽ കാണാൻ പോകുകയാണെങ്കിൽ വർത്തിറ്റാണ്. ഞാൻ പറയും വർത്തിറ്റാണ്. ഞാൻ പക്ഷേ സൂര്യ ഫാനല്ല, ഞാൻ അണ്ണൻ്റെ ഫാനാണ്. പക്ഷേ ഞാൻ ആ ഒരു രീതിയിൽ പറയുകയാണ്. പക്ഷേ എനിക്ക് സൂര്യ ഫാൻ എന്ന നിലയിൽ ഞാൻ കണ്ടിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആസ് എ വിജയ് ഫാൻ എനിക്ക് അത് കണക്റ്റ് ആയില്ല. സിനിമ ഒട്ടും കണക്റ്റ് ആയില്ല. അങ്ങനെ പറയാൻ പറ്റില്ല ബ്രോ. നല്ലോണം സംഭവം കൊള്ളാം, സ്റ്റോറി എല്ലാം നല്ലതായിട്ടുണ്ട്. പക്ഷേ നല്ല പൊട്ടൻഷ്യലുള്ള സ്റ്റോറിയായിരുന്നു. പക്ഷേ ഇവർ ഫസ്റ്റ് ഹാഫ് നല്ല സൂപ്പറായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് കൊണ്ടെല്ലാം ഓരോ വെറുതെ ഒരു ബന്ധമില്ലാത്ത BGM ഐറ്റം ഡാൻസിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു അതിൽ. വെറുതെ ഒരു സംഭവം സിനിമയെന്ന് പറഞ്ഞാൽ ട്രൂ ലവ് ആണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ വെറുതെ ഇതൊന്നും കുത്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. വെറുതെ ആൾക്കാരെ കാണാൻ വേണ്ടി ഓരോ പടക്കങ്ങളെല്ലാം എന്ത് പറയാനാണ്. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് അതിനെക്കാട്ടും വലിയ പടക്കം. ക്ലൈമാക്സ് ഒക്കെ എന്തിനാണ് അങ്ങനെ എടുത്തു വെച്ചെന്ന് അറിഞ്ഞൂടാ. ബാക്കിയെല്ലാം അത്യാവശ്യം ഓവറോൾ നോക്കുമ്പോൾ ഒരു ആവറേജ് ബിലോ ആവറേജ് പടം അത്രേ പറയാൻ പറ്റുള്ളൂ. തുടരും ഞാൻ കണ്ടില്ല, നാളെ കാണാൻ പോവുകയാണ്. തുടരും കാണണം. ഇല്ല റിട്രോ ഒന്ന് എനിക്ക് തോന്നുന്നില്ല, കൂടിപ്പോയ 1-2 ആഴ്ച ഓടും, അതിക്കുള്ളോടും തോന്നുന്നില്ല. പക്ഷേ സൂര്യ ഫാനാണ്. സൂര്യൻ്റെ സാഗ് കാണണം. പഴയ സൂര്യണ്ണനെ കാണണമെങ്കിൽ വന്നോ, ടിക്കറ്റ് എടുത്തോ, കണ്ടോ, ഒരു കുഴപ്പമില്ല. സൂര്യയ്ക്ക് വേണ്ടി കൈയടിക്കാനും സംഭവങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ബാക്കിയ കാര്യങ്ങൾ നോക്കുമ്പോൾ ബ്രോ എനിക്ക് അറിഞ്ഞൂടാ. കാരണം വേറെ മീൻസ് ഇപ്പം ഓഡിയൻസ് കൂടുതൽ ഫാമിലി ഓഡിയൻസ് ഒക്കെ ആണല്ലോ. കുറേ പേരൊക്കെ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ബാക്കി വരുന്ന ഫാമിലി ഓഡിയൻസാണ്. പക്ഷേ അവർക്കൊക്കെ എനിക്ക് തോന്നുന്നില്ല അത്ര ഡൈജസ്റ്റ് ആവുന്നു. കാരണം കഥയായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് ഹാഫിൽ പോകണം. ഫസ്റ്റ് ഹാഫ് ബ്രോ നൈസാണ് ബ്രോ, ഫസ്റ്റ് ഹാഫ് നൈസാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് അവരെന്തിനാണ് ഇങ്ങനെ എടുത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രേ പറയുള്ളൂ. അങ്ങനെ ചോദിച്ചാൽ ബ്രോ പടക്കമെന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ഹാഫാണ് പ്രശ്നം. ഫസ്റ്റ് ഹാഫ് നൈസാണ്. ഫസ്റ്റ് ഹാഫ് കാണാനുള്ളതുണ്ട് ഫസ്റ്റ് ഹാഫിൽ. പക്ഷേ സെക്കൻഡ് ഹാഫ് ഫുള്ള് പടക്കമാണ്. സൂര്യ ഫാനാണോ ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്തോ, കണ്ടു, ഒരു കുഴപ്പമില്ല. സൂര്യ ഫാൻ ആണെങ്കിൽ മാത്രം സൂര്യയുടെ പഴയ സിനിമയിലെ ഓരോ റെഫറൻസ് ഒക്കെ അതൊക്കെ അടിപൊളിയാണ്. സൂര്യനെ കാണിച്ചിരിക്കുന്നത് മീൻസ് കാർത്തിക് സുബ്ബരാജ് സൂര്യനെ എങ്ങനെയാണ് ഇതിൽ കൺസീവ് ചെയ്തേക്കണേന്ന് നോക്കുമ്പോൾ നൈസാണ്. അതിനൊന്നും പറയില്ല. അതിനൊരു ഹാറ്റ്സ് ഓഫ് തന്നെ പറയണം. പക്ഷേ ഈ പടം എങ്ങനെ എത്ര രീതിയിൽ പോകുമെന്ന് നോക്കിയാൽ അതിൻ്റെ നല്ല പൊട്ടൻഷ്യലുള്ള പടമായിരുന്നു. പക്ഷേ അത് സെക്കൻഡ് ഹാഫ് പക്ഷേ ഫസ്റ്റ് ഹാഫ് പിന്നെയും കുഴപ്പമില്ലായിരുന്നു പോകും.